നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ മിതർമല. ലൂവ്ര മ്യൂസിയത്തിലാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അതിപുരാതനമായ ഒരു രാജകൊട്ടാരം ഒരു മ്യൂസിയമായി മാറുക, പിന്നെ ആ കെട്ടിടം തന്നെ ഒരു ചരിത്ര സ്മാരകമായി മാറുക, അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയം തയ്യാറാവുക. ഇതൊക്കെയാണ് പാരീസിലെ ലൂവ്ര മ്യൂസിയത്തിൻ്റെ പ്രത്യേകതകൾ. ഒരു ചിത്രത്തിൻ്റെയോ ശില്പത്തിൻ്റെയോ മുന്നിൽ 30 സെക്കൻഡ് നിൽക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് മാത്രമേ ഇതിനു ഉള്ളിലും പുറത്തുമുള്ള എല്ലാ ചിത്രങ്ങളും ശില്പങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ വൈപുല്യം മനസ്സിലായി കാണുമല്ലോ. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്നാൽ മാത്രമേ നമുക്ക് മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ആവുകയുള്ളൂ. 11:30 ക്യൂവിലാണ് ഞങ്ങൾ കയറി കൂടിയത്. 10:30 പ്രവേശനം അവസാനിച്ച് കഴിയുമ്പോൾ 11:30 വിളിച്ചു തുടങ്ങും. അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള ഓരോ ബാച്ചുകളായി കടത്തിവിടുകയും അതനുസരിച്ച് ആളുകൾ തിരിച്ചിറങ്ങുന്ന മുറയ്ക്ക് അടുത്ത ആളുകളെ കയറ്റിവിടുകയും ചെയ്ത് കൊണ്ടാണ് ഇരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് പാലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ തിരക്കോ പ്രശ്നങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എങ്കിലും അതിനകത്ത് ചെല്ലുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഫ്രാൻസിലെ പാരീസിൽ 1793 ഓഗസ്റ്റ് 10 ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ഫിലിപ്പ് രണ്ടാമൻ 12-ാം നൂറ്റാണ്ടിലാണ് ലൂവ്ര കൊട്ടാരം പണിതീർത്തത്. അതിനുശേഷം അത് രാജകീയ വസതിയായി മാറി. ഇന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു മ്യൂസിയം ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഇത് മ്യൂസിയമായി തുറക്കുന്നത്. ഒരു പ്രതിരോധ കോട്ടയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നായി മാറിയ ഈ മാറ്റം വളരെ കൗതുകകരമാണ്. ഇതിനുള്ളിൽ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കൾ, നിയർ ഈസ്റ്റേൺ പുരാവസ്തുക്കൾ, ഗ്രീക്ക്, എട്രൂസ്കൻ, റോമൻ പുരാവസ്തുക്കൾ, ഇസ്ലാമിക കല, ശില്പങ്ങൾ, അലങ്കാര വസ്തുക്കൾ, 1848 വരെയുള്ള യൂറോപ്യൻ ചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ പ്രിൻ്റുകളും ഡ്രോയിങ്ങുകളും ഒക്കെ കാണുവാനാകും. കൺനിറയെ കണ്ടാസ്വദിക്കുവാൻ നമുക്ക് കഴിയും. ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച മോണാലിസ പ്രധാന ആകർഷണമാണ്. അവിടെ കാര്യമായ തിരക്കുമുണ്ട്. ഒരു വ്യാപാരിയുടെ ഭാര്യയായ ലിസയെ മോഡലാക്കി ഡാവിഞ്ചി വരച്ച അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രവുമാണിത് കേട്ടോ. മോണ എന്നാൽ മാഡം എന്നർത്ഥം. മാഡം ലിസ എന്ന അർത്ഥത്തിലാണ് മോണ ലിസ എന്ന പദം ഉണ്ടായത്. ഏതു ദിശയിൽ നിന്ന് നോക്കുന്നവരെയും ഒരു ഗൂഢ മന്ദസ്മിതത്തോടെ നോക്കുന്ന മനോഹരിയായ ലിസ. ചലിക്കുന്ന ചിത്രമായാണ് ഡാവിഞ്ചിയുടെ ഈ ചിത്രം അറിയപ്പെടുന്നത്. അതാണ് ഡാവിഞ്ചി വരകളുടെ പ്രത്യേകത എന്ന് പറയുന്നതും അതാണ്. ഈ ഒരു ചിത്രം മാത്രമല്ല, പുരാതന ഗ്രീക്ക് ശില്പങ്ങൾ, വിങ്ഡ് വിക്ടറി ഓഫ് സമോത്രാസ്, ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലെ ഗ്രീക്ക് ശില്പം, ഹമ്മുറാബിയുടെ നിയമസംഹിത കോഡ് ഓഫ് ഹമ്മുറാബി, പുരാതന മെസപ്പൊട്ടോമിയൻ നിയമങ്ങളുടെ ലിഖിതം എന്നിവയും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ശരിക്കും ഒരു മ്യൂസിയം തന്നെയാണ്. മൈക്കൽ ആഞ്ചലോ 1513-15 കാലഘട്ടത്തിൽ നിർമ്മിച്ച റബല്യസ് സ്ലേവ് എന്ന മാർബിൾ ശില്പം ഇവിടെ കാണുവാനാകും. ഇത് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവകുടീരത്തിന് വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. എന്നാൽ ഈ പദ്ധതി പൂർത്തിയായില്ല. 1513-16 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡൈയിങ് സ്ലേവ് ഇവിടെ ഉണ്ട്. അതും മൈക്കൽ ആഞ്ചലോയുടെയാണ്. റബല്യസ് സ്ലേവിൻ്റെ അതേ ഉദ്ദേശത്തോടെ നിർമ്മിച്ച ഈ ശില്പവും ലൂവ്രയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളൊന്നും തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി കുറേ കഥകളുണ്ട് ഇതിനെക്കുറിച്ച്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പല രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ അവിടെ നിന്നുള്ള വിലയേറിയ കലാസൃഷ്ടികൾ ലൂവ്രയിലേക്ക് കൊണ്ടുവന്നു പോലും ഈ ശേഖരം ലൂവ്ര മ്യൂസിയത്തിൻ്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചതായും ആളുകൾ കരുതുന്നു. എന്നാൽ നെപ്പോളിയൻ പരാജയപ്പെട്ട ശേഷം പല വസ്തുക്കളും അതത് രാജ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. ഇതൊന്നും ചരിത്ര വസ്തുതയെ നമുക്ക് പറയാൻ പറ്റില്ല.
1911 ഓഗസ്റ്റ് 21 ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ ചിത്രം മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയി. ഇതും ഒരു കഥയാണ് കേട്ടോ. ഈ സംഭവം ലോകമെമ്പാടും വലിയ വാർത്തയായി. 2 വർഷത്തിന് ശേഷം ഒരു ഇറ്റാലിയൻ ചിത്രകാരനായ വിൻസെൻസോ പെറുഗിയ എന്നയാൾ മോഷ്ടിച്ച ഈ ചിത്രം ഫ്ലോറൻസിൽ അദ്ദേഹം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പിടിയിലായി. ലുവ്ർ മ്യൂസിയത്തിൽ ജോലി ചെയ്തിരുന്ന പെറുഗിയ ഇറ്റലിക്ക് തിരികെ നൽകാനായിട്ടാണ് ചിത്രം മോഷ്ടിച്ചതെന്നാണ് അന്ന് പറഞ്ഞത്. എന്തായാലും ഈ മോഷണ കഥ മൊണാലിസയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നുള്ളതിൽ തർക്കമില്ല. ലുവ്ർ കൊട്ടാരത്തിന് താഴെ രഹസ്യ തുരങ്കങ്ങളുണ്ടെന്ന് ചില കഥകളുണ്ട്. ഈ തുരങ്കങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും നിലവിൽ ഉണ്ട്. രക്ഷപ്പെടാനും സാധനങ്ങൾ രഹസ്യമായി കൊണ്ടുപോകാനും കൊണ്ടുവരുവാനും ഇതുപയോഗിച്ചിരിക്കാം എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിനൊന്നും കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല. ലുവ്ർ മ്യൂസിയത്തിൽ ബലീവ് എന്ന ഒരു പ്രേതമുണ്ടെന്ന് ചില കഥകളുണ്ട്. പ്രേതകഥകൾ എന്നും പാശ്ചാത്യർക്ക് കമ്പമാണല്ലോ. 1598 മരിച്ച ഒരു പ്രൊട്ടസ്റ്റൻ്റായ മിഷേൽ ഷെവർട്ട് എന്നയാളുടെ പ്രേതമാണിത്. കാതറിൻ ഡി മെഡീസിയുടെ കാമുകനായിരുന്നു ഇയാൾ. കൊട്ടാരത്തിൽ വെച്ച് എതിരാളികളാൽ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് ലുവ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്നുമാണ് വിശ്വാസം. ഈ കഥകൾ സാങ്കല്പികമാണെങ്കിലും ലുവ്ർ മ്യൂസിയത്തിൻ്റെ ചരിത്രത്തിനും കലയ്ക്കും ഒരു പ്രത്യേക ആകർഷണം നൽകാൻ ഈ കഥകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ കഥകളും അങ്ങനെയാണല്ലോ. ചരിത്ര പഠനം നടത്തുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും എന്നല്ല, ചിത്രകലയെയും ശില്പങ്ങളെയും സ്നേഹിക്കുന്നവർക്കും മതിയാവോളം ആസ്വദിക്കുവാനുള്ള എന്തും ഇവിടെ ലഭ്യമാണ്. നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ നിതർമല.